ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി വിധി പറയാനായി മാറ്റി. കട്ടിളപ്പാളി കേസിലെ ജാമ്യ ഹർജിയിലാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായത്. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കട്ടിളപ്പാളി കേസിലാണ് സ്വാഭാവിക ജാമ്യം തേടി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയത്. കോടതിയിൽ വാദം പൂർത്തിയായി. ജാമ്യാപേക്ഷ വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. ജാമ്യം ലഭിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം. തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യ ഹർജി ഈ മാസം 11-ന് കോടതി പരിഗണിക്കും. അതേസമയം കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B. മുരാരി ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. ഇന്നലെ 9 മണിക്കൂറാണ് മുരാരി ബാബുവിനെ കൊച്ചി ED ആസ്ഥാനത്ത് ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുരാരി ബാബുവിന് സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതായി ഇഡിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. 2019 മുതലുള്ള മുരാരി ബാബുവിന്റെ സാമ്പത്തിക വളർച്ചയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയ്ക്കപ്പുറം ശബരിമലയിൽ നിന്ന് അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിൽ യാതൊരുവിധ പങ്കുമില്ല എന്നുള്ളത് മുരാരി ബാബു ഇഡിക്ക് മുന്നിലും ആവർത്തിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് ദേവസ്വം ബോർഡ് പറഞ്ഞത് മാത്രമാണ് പ്രവർത്തിച്ചതെന്നും പറഞ്ഞു. മുരാരി ബാബു സമർപ്പിച്ചതും ഇഡി കണ്ടെത്തിയതുമായ രേഖകൾ വിശദമായി പരിശോധിക്കുകയാണ്. അതിനുശേഷമാകും തുടർ നടപടികൾ. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിച്ചപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളുടെ 1,30,00,000 രൂപയുടെ സ്വത്തുക്കൾ ഇതുവരെ ഇഡി കണ്ടുകെട്ടിയിട്ടുണ്ട്. 24 കൊല്ലം, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.